ഹലോ ഡിയേഴ്സ്, ഇത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് ആ ഒരു വ്യക്തി ഒരു ക്രോസ് റോഡിലാണ്, താൻ ഒരു ഡിസിഷൻ എടുക്കേണ്ട ടൈം ആയിരിക്കുന്നു എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് തോന്നുകയാണ്. വളരെയധികം കാര്യങ്ങളെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കാര്യങ്ങൾക്കൊന്നും യാതൊരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. അവരെല്ലാം അവരുടെ ഫീലിങ്സ് എല്ലാം സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് ലെറ്റർ പറയുകയാണെങ്കിൽ KCRTGSH എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ സോഡിയാക് സൈൻ ജെമിനി, ലിബ്ര, അക്വേറിയസ് ആണ്. ഇവിടെ ഇന്നലെ വന്നിരുന്ന സെയിം എനർജിയാണ് ഇന്നും വന്നിരിക്കുന്നത്. കാരണം ഇന്നലത്തെ എൻ്റെ റീഡിങ്ങിൽ ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഫസ്റ്റ് ലെറ്റർ പറഞ്ഞിരുന്നു അല്ലേ, അതുപോലെ തന്നെ അവരുടെ സോഡിയാക് സൈനും പറഞ്ഞിരുന്നു. ആ സെയിം എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം അവരുടെ ഫീലിങ്സ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എല്ലാ ഇമോഷൻസും ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ രാഹുർ ദശയിൽ കൂടി ആയിരിക്കാം മേ ബി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചില കഷ്ടതകൾ ഇവരുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അതായത് എന്ത് കാര്യത്തിനും ഒരു തടസ്സം ഉണ്ടാകുന്നു. ചില രോഗങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയെ അലട്ടുന്നുണ്ടായിരിക്കാം. അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാത്ത എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും അവരുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും കാര്യങ്ങൾക്കെല്ലാം ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് കാണുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി രാഹുർ ദശയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. മേ ബി അവരുടെ ക്രൗൺ ചക്ര ബ്ലോക്ക് ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ. അതിൻ്റെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു ചിന്തിച്ചൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യമാണ് കാണുന്നത്. നമുക്ക് നിങ്ങളുടെ എനർജി നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു വിരസതയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കാണ് എന്നുള്ളത് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും രാഹുർ ദശയുടെ ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സോഡിയാക് സൈൻ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ HDNYCHZTH ആയിരിക്കാനായിട്ടുള്ള ചാൻസ് കാണുന്നു. ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെയധികം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് കാണുന്നത്. കാരണം ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തതിൻ്റെ വിഷമം നിങ്ങളെ വളരെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതിലൊന്നും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. മേ ബി വർക്കിലാണെങ്കിലും അതെ, നിങ്ങൾ പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ പോലും, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ ലൈഫിലും എല്ലാ കാര്യത്തിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വളരെയധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്.
അതുപോലെ തന്നെ നിങ്ങളിപ്പം സെലിബ്രേഷനിലൊന്നും പങ്കെടുക്കാനായിട്ട് പോകുന്നില്ലായിരിക്കാം. നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചിരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ ക്രൗൺ ചക്ര ബ്ലോക്ക് ആണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. ക്രൗൺ ചക്ര ഓപ്പൺ ആക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ക്രൗൺ ചക്ര മെഡിറ്റേഷൻസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഒരു എനർജിയാണ്. ചില സീക്രട്ടൊക്കെ അവർ ഹൈഡ് ചെയ്യുന്നു. നിങ്ങളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിഗൂഢതകൾ അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നു. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുമ്പോൾ ആ ഒരു വ്യക്തി കുറച്ച് സ്പേസ് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്ത കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഈ ഒരു വ്യക്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. ഇപ്പം ഫാമിലിയൊക്കെ എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ ഈ ഒരു പേഴ്സണ് ഫാമിലിയെ പേടിച്ചായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു ഈ ഒരു പേഴ്സൺ. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരിടുന്ന ഇപ്പോഴത്തെ തടസ്സമെന്ന് പറയുന്നത്. അതായത് ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷനും എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു പേഴ്സണ് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് കഴിയുന്നില്ല. അത് ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമായിരിക്കാം. മേ ബി ചിലവരുടെ കേസിൽ ഇത് പേഴ്സൺ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചിലവരുടെ കേസിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ബ്ലാക്ക് മാജിക് പോലത്തെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം. അപ്പം എന്തായാലും അതിൻ്റെ ആ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനോ ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ വളരെയധികം ടെൻസ്ഡ് ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം സ്റ്റക്കാണ്. അവരൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു അവർക്ക് കുറച്ച് സ്പേസ് ഇപ്പോൾ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. വളരെയധികം ഒരു പ്രഷറിലാണ് നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ഈ ഒരു പേഴ്സൻ്റെ ക്രൗൺ ചക്ര ബ്ലോക്ക് ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു.
യെസ്, അവർക്ക് ഒരു ആക്ഷനും ഇപ്പോൾ എടുക്കാൻ കഴിയില്ല. കണ്ടില്ലേ, 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് മേ ബി അവരുടെ ഫാമിലി ആയിരിക്കാം, പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. കാരണം അതിൽ സ്റ്റക്കാണ് അവർക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. വളരെയധികം നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും ആ ഒരു വ്യക്തി ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അത് കാരണമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത് കേട്ടോ. അവർ കാര്യങ്ങൾക്ക് പ്രോഗ്രസ് വരണമെന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്, ഒരു ഡിസിഷൻ എടുക്കണമെന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് കഴിയാത്ത ഒരവസ്ഥയാണ്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇവിടെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഇവിടെ പേഴ്സൻ്റെ സോഡിയാക് സൈൻ ജെമിനി, ലിബ്ര, അക്വേറിയസ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു KCRT GSH എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ലെറ്ററായിട്ട് വരുന്നത്. ഇവിടെ 2 എന്നുള്ള നമ്പറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, 4 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഒന്നുകിൽ ഈ ഒരു നമ്പറിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇവൻ്റ് ഈ ഒരു നമ്പറിൽ നടന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുർദശയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അവരുടെ ക്രൗൺ ചക്ര ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ആക്ഷൻ എടുക്കാനോ ഒന്നും കഴിയുന്നില്ല. മനുഷ്യനാവുമ്പോൾ ചിന്തിക്കാനുള്ള കഴിവ് എല്ലാ മനുഷ്യനും ഉണ്ടല്ലേ. പക്ഷേ ഈ ഒരു പേഴ്സണ് ചിന്തിക്കാൻ പറ്റാത്തത് അവരുടെ ക്രൗൺ ചക്ര ബ്ലോക്കാണ്. യൂണിവേഴ്സിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി ഒന്നും റിസീവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്രൗൺ ചക്രയിൽ കൂടിയാണ് നമ്മൾക്ക് പോസിറ്റീവ് എനർജി, ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി എല്ലാം റിസീവ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ക്രൗൺ ചക്ര ബ്ലോക്കാണ്. അതുപോലെ തന്നെ നിങ്ങളുടെയും ബ്ലോക്കാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ എന്തായാലും ഈ ഒരു റീഡിംഗ് കാണുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ക്രൗൺ ചക്ര നിങ്ങളുടെ ബ്ലോക്കാണ്. അപ്പം നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും മെഡിറ്റേഷനൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ 7 ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളും ഈ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് വരേണ്ടതുണ്ട്. നിങ്ങൾക്കും നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം ഒറ്റയ്ക്കിരിക്കാനായിരിക്കും താല്പര്യം, ആൾക്കൂട്ടത്തിലോട്ടൊന്നും പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അഥവാ പോയാലും നിങ്ങൾ ആ ഒരു സമയത്തും നിങ്ങൾ ഒറ്റപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്, വളരെയധികം ചിന്തിക്കുന്നു, ഒട്ടും സന്തോഷമില്ലാത്തൊരവസ്ഥ അതാണ് കാണുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണിപ്പോൾ. അവർക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. ആക്ഷൻ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാത്തത്. ഇനി നമുക്ക് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം. യെസ്, 2 ഓഫ് സോർട്സ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത്. 2 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്, ഏസ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ദി വേൾഡ് കാർഡ്, ഏസ് ഓഫ് വാൻഡ്സ്. നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു ക്രോസ് റോഡിലായിരിക്കാം. നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ ഭയക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ തികച്ചും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് ലൈഫ് ലെസൺസ് എടുത്തിരിക്കാം. അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുക.
നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്. അപ്പം എന്തായാലും ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രെസ്ഡ് ആണ് എന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്. ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് കഴിയാത്തത്. അവർ ആ ഒരു സിറ്റുവേഷനിൽ ട്രാപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ സ്വന്തമായി ചിന്തിച്ചൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. തികച്ചും നിസ്സഹായ അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്തായാലും നിങ്ങളെപ്പറ്റി ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ മറന്നു കാണുമോന്ന്. ഒരിക്കലുമില്ല. ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? അവർ വളരെയധികം ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഉള്ളത്. അവരുടെ ആ ഒരു ഫീലിങ്സ് എല്ലാം സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.